ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് മനുഷ്യൻ ദൈവിക ന്യായവിധിയിൽ അകപ്പെടുന്നത്? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചതാണ്. വെളിച്ചമായ ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും അവന്റെ വചനങ്ങളെ അവൻ തന്നിട്ടും അത് നിങ്ങളെ കേൾപ്പിച്ചിട്ടും അത് നിങ്ങളെ അറിയിച്ചിട്ടും മനുഷ്യ നിന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ ഈ വെളിച്ചത്തെക്കാൾ, വെളിച്ചമാകുന്ന ക്രിസ്തുവിനേക്കാൾ, തന്റെ വചനത്തെക്കാൾ അധികം നീ ഇരുട്ടിനെ സ്നേഹിച്ചതിനാലാണ് നിനക്കുണ്ടാകാൻ പോകുന്ന ജഡ്ജ്മെന്റ്. 20-ാം വാക്യത്തിൽ പറയുന്നു, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. ചില ആളുകൾ പറയുന്നു ദൈവമില്ല, ദൈവത്തെ വേണ്ട. എന്താണ് അതിന്റെ കാരണം? അവന് തിന്മ പ്രവർത്തിക്കണം. ദൈവത്തെ അറിഞ്ഞാൽ, ദൈവ വഴിയിൽ സഞ്ചരിച്ചാൽ പിന്നെ അവന് തിന്മയിൽ നിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ 14:1-2 വാക്യത്തിൽ പറയുന്നത്, ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. എന്തിനു വേണ്ടിയാണ് അവൻ ദൈവം ഇല്ലെന്ന് പറയുന്നത്? വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുവാൻ. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുട്ടിനെ സ്നേഹിച്ചതാണ്. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടുത്തേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ, നിത്യതയിലെത്താൻ ആഗ്രഹിക്കുന്നവൻ, മരണാനന്തര ജീവിതം നരകത്തിലല്ല ദൈവത്തോടൊപ്പം നിത്യതയിൽ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അവൻ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരുന്നു. Amen.